ഞാൻ കേട്ടാ കാജലും വീണല്ലോ എൻ്റെ പുറത്ത്, എന്നിട്ട് ഓക്ക് വേദന ചെയ്തത്. അതല്ല, എത്ര കുട്ടികളുണ്ട് വണ്ടിയിൽ? നിറച്ച് 57 കിട്ടുന്നുണ്ട്. മാത്രം അവിടെ എനിക്ക് സ്ഥലമുണ്ട്. കുഞ്ഞാമ്മയും ആക്കും സുധിമാമനോ? സുഭദ്രമാമൻ ഞാനാണ് ആദ്യം കയറിയത്. കുഞ്ഞാമ്മി ചെറുതല്ലേ, ഞാനപ്പം ആദ്യം കയറി. അല്ല, ഞാൻ ആദ്യം ലാസ്റ്റ് കയറിയ. കുഞ്ഞാമ്മ കയറിയ അതിൽ രണ്ടാളുള്ളൂ. മാച്ചോടത്തൊക്കെ സ്ഥലം ഉണ്ടായിനി. ബേക്ക് മാത്രം ഒരു കുട്ടിയില്ല, 19 കുട്ടി. രാവിലെ ലീവ് ഉണ്ടായിനോ? എല്ലാവരും ലീവിൽ. ഒരാളും ലീവില്ല. ഒരാളും ലീവില്ലെന്ന്? എല്ലാവരും ഉണ്ടായിനി? ഒരാള് ലീവ്, ഒരാൾക്ക് പനിയാ, അതുകൊണ്ട് സ്കൂളിൽ വിട്ട, അതുകൊണ്ട് മരുന്നും കൊടുപ്പിച്ചു. ആർക്കാ പനി? എന്റെ കാജലിനോ? ഒരു പാവം കുട്ടി. കാജൽ പാവം കുട്ടിയാ? വീർത്തിയാട്ടൂല? ഇപ്പൊ വീർത്തിയാട്ടൂല. വീർത്തിയാട്ടില്ലേ? ഭയങ്കര കുറുമ്പോക്ക്. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ കാക്കൂ ഉറങ്ങുമ്പോ വന്നാണ്ട് മെല്ലെ മെല്ലെ കിട്ടിയായിരുന്നു. നല്ല മൂത്തോയി കൂടി. ഇപ്പൊ ഇംഗ്ലീഷാ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. എന്തൊക്കെയാ പറയുന്നത് എനിക്കറിയാം. ഓള് നേഴ്സ് പറഞ്ഞു. ഇന്ന് ഏത് ടീച്ചറാ വന്ന്? ദീപ ചേച്ചി. ദേവി ചേച്ചി എന്താ അറിയാ, അടിച്ചറിയാ കുട്ടികളെ കൈമെന്നാ ചോദം. ദീപ ചേച്ചി അടിച്ചിട്ടോ? ചൂരല് കയ്യിലല്ലേ ഉള്ളൂ, അടിക്കലില്ലല്ലോ. എല്ലാം അടിക്കോ? ഇന്റെ അമ്മേ, എന്തിനാ? കൈകൊണ്ട് അടിക്കും. എപ്പോഴും ഇങ്ങനെ ചുരുളോണ്ട് അടിക്കോ? നല്ല വേദനയായി. എനിക്ക് തല ഇട്ടില്ല. ഞാൻ ഇങ്ങനെ പഠിക്കുന്ന നല്ല പോലെ. നിങ്ങൾ എന്തെങ്കിലും കച്ചറ കളിച്ചിട്ടാവും ദീപ ടീച്ചർ അടിച്ചിട്ടുണ്ടാവുക. വെറുതെ വന്ന് അടിക്കാൻ ദീപ ടീച്ചർക്ക് ഭ്രാന്തല്ലേ? ഏത് ഭ്രാന്തനെ? ആശ്മിക്കിനെ ദീപ ടീച്ചർ അടിച്ചോ? ഓൻ കച്ചറ കളിച്ചിട്ടുണ്ടാവും. കച്ചറ വിളിച്ച ഇട്ടാണ്ട് അങ്ങോട്ട് ഇന്നെ ചവിട്ടിക്കുട്ടി. ആശ്മിക്കോ? എന്നേ അപ്പൊ ദീപ ടീച്ചർ അടിക്കേ? ടീച്ചർ ഇങ്ങനെ നേരെ നോക്കി അപ്പൊ തന്നെ ആര് ചവിട്ടി കുട്ടിനെ പറഞ്ഞത്. അവനോടൊന്ന് മാർക്ക പറഞ്ഞു. മാറുന്നോർത്ത് അല്ല, ആശിഫ് ഇപ്പൊ പഴയമാര് കച്ചറ കളിക്കലൊന്നുമില്ലല്ലോ. ഇപ്പം കളിക്കല്ലോ. ഒജ്ജല്ല ഒന്നാള് പറഞ്ഞ പഴയമാരി ഒന്നും ഇല്ലാന്ന്. കളിപ്പാട്ടൊക്കെ എടുക്കുമ്പോ ഞങ്ങൾ ഇങ്ങനെ നിലത്തുറങ്ങൂലേ, പഴവല് പൂയില്ലിന്റെ ബേക്ക് വന്നാണ്ട് ഈ തലയെല്ലാം മറിച്ചിടും. ആരോനോ? ആ കൗത്തി പിടിച്ചാണ്. ഓ മാത്രമേ ഇങ്ങനെ കച്ചറ കളിക്കുന്നുള്ളൂ, വേറെ ആരും കച്ചറ കളിക്കല്ലോ? അശ്വിക്ക് മാത്രമേ ഉള്ളൂ കച്ചറ കളിക്കണേ? രണ്ട് കുട്ടികളുണ്ട്. വേറെ ഓൻ്റെ പേരെന്താ? മറ്റോൻ്റെ പിന്നെ 2 കുട്ടികളുണ്ട് തന്നെ. ക്ലാസ് എന്താ? അപ്പുറത്തെ ക്ലാസ്സാ? ഞാൻ ആദ്യം പഠിച്ചില്ല അവിടുത്തെ ക്ലാസ്. ഇവിടുത്തെ ക്ലാസ് ഞാൻ ഇപ്പൊ പഠിച്ചില്ലേ ആ ക്ലാസ്. എന്ത് കച്ചറ കച്ചറ. അപ്പൊ ടീച്ചർ വരുമ്പോ കച്ചറ കളിക്കോ? ഇല്ലല്ലേ. ടീച്ചർ അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ബാക്കിയുള്ള എല്ലാ കുട്ടികളും എഴുതി പഠിക്കും. എന്നെ മാത്രം ചവിട്ടി കൂട്ടുണ്ടോ?
എടുക്കട്ടെ അപ്പുണ്ട് വന്നോണ്ട് ചവിട്ടെടുക്കും. ആര് എനിക്ക് ചവിട്ടങ്ങോട്ട് താഴെ തന്നെ അസ്മിക്കോ? ബെഞ്ച് ഉണ്ട് അവിടെ. ബെഞ്ച് അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട് മുന്നിലുണ്ട് ബാക്കിലുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ ഒരു കുട്ടീൻ്റെ കാലുമിക്ക് വീണ് എല്ലാ കുട്ടികളും കാലുമിക്ക് കൊടുത്ത് ഇൻ്റെ കാലുമിക്ക് വീണിട്ട് എല്ലാത്തിനും ബെഞ്ച് അങ്ങോട്ട് എടുത്തു. സഹിക്കാൻ വയ്യ എനിക്ക്. ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കൈ കൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ വെച്ചു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ അച്ഛപ്പിക്കുന്ന അച്ഛൻ വന്നാണ്ട് ഹെഡ്മാസ്റ്ററോട് പറഞ്ഞാണ്ട് ആ സ്കൂളിൽ നിന്നാണ്ട് മാറ്റിച്ചാലോ? പിന്നെ ഓല അച്ഛനും അമ്മയാണല്ലോ ചേർത്തിയല്ലേ. അച്ഛൻ വന്ന് പറഞ്ഞാൽ കേൾക്കൂല. അച്ഛനെ കാണുമ്പോ തന്നെ ഓനറിയില്ല എന്നെ അറിയില്ല, എൻ്റെ അച്ഛനാണെന്ന് അറിയില്ല. അല്ല ഞാൻ ഹെഡ്മാസ്റ്ററോട് പറഞ്ഞാണ്ടേ ഓൻ ആ സ്കൂളിൽ നിന്നാണ് മാറ്റിയാലോ നമുക്ക്. അപ്പുറത്തെ ക്ലാസ് ചേർക്കൂലേ? ഒഴിവാക്കൂല. എന്നാലും കച്ചറ കൊറേ തീർന്നു കിട്ടുമല്ലോ. എന്നാ രണ്ടിനും മാറ്റിക്ക. പിന്നെ ഒരു രണ്ടാള് ഫ്രണ്ട്സ് ഒരു രണ്ടാളും ഫ്രണ്ട്സ് ഒരു ഞങ്ങളെ ക്ലാസ്സിലാ നുള്ള് അടുക്കി ചൂട്ടിക്കൂട്ടല് ചൂട്ട് കൊടുക്കും. അനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചറെ പേരെന്താ? എല്ലാ ടീച്ചറും ഇഷ്ടം. എന്നാലും കുറച്ചൊരു ഇഷ്ടം കൂടുതലുണ്ടാവില്ല. അതാരാ? 2ാം ക്ലാസ് ടീച്ചറോ? സൗന്ദര്യം നോക്കിയാണ്ടാ പറയണേ. ജയന LKG അല്ലേ? UKG ഇപ്പൊ UKG അല്ലേ? UKG. പിന്നെ ബേക്കിന്റെ ബെഞ്ച് ഞാൻ പറഞ്ഞപ്പോ എല്ലാ ബെഞ്ചും ഞങ്ങൾ പോയി. ആദ്യം മുന്നിൽ ആക്കിയപ്പോ 2ാം ക്ലാസ് ടീച്ചറാണല്ലോ ഒക്കെ ഇഷ്ടം. ഓളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഇഷ്ടല്ലേ? എന്നാലും കുറച്ചുകൂടി കാണാൻ രസം മറ്റേ ടീച്ചറല്ലേ? കന്നഡ അതല്ല അടിക്കോ? അടിക്കില്ല, വലുതായി കിട്ടൂലേ? കന്നഡ ടീച്ചറെ ഇഷ്ടല്ലേ? ദീപ ചേച്ചി എങ്ങനെ അടിക്കില്ല? അവിടെ പാർക്കിൽ പോകാൻ പറ്റും. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരു പൂവേ, മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയിലേ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയിലേ, പിന്നെയും നീ എൻ്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലിൽ എൻ്റെ മുട്ടിയില, എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരു പോ.